14/3/2025 മുംബൈയിലെ ഹോളിയാണ്. അപ്പോൾ ഈ ഹോളി സമയത്തിൻ്റെ പണിക്കാർ 2 കുട്ടികളുണ്ട്. ഒന്നായിരിക്കണം അവിടെ. ഇവൻ ജ്യേഷ്ഠനാണ്, അവൻ്റെ അനിയനാണ് ആന്നിരിക്കുന്നത്. ഇവൻ്റെ പേര് രാജു, അവൻ്റെ പേര് അനിൽ. ഈ ഹോളി ആയ കാരണം അവിടെ ഭയങ്കര പരിപാടി നടക്കുകയാണ്, പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഹോളിയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ആട് വാങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ കേട്ടപ്പോൾ നമുക്ക് പിന്നെ നോമ്പാണ്. നമ്മൾ ഇനിയിപ്പോൾ ഞാൻ സാധാരണ വാങ്ങി ഉണ്ടാക്കി കൊടുക്കലൊക്കെ ഉണ്ട്. ഇനി കൂടുതൽ പറഞ്ഞില്ല. ഇതിലേക്ക് ചേർക്കേണ്ട പല കാര്യങ്ങളും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നിങ്ങൾ കണ്ടമാനം സാധനങ്ങൾ ഇട്ടിട്ടൊന്നും വെറുതെ പൈസ നാശാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി ഉണ്ടാക്കി അതൊക്കെ പണിക്കാർ കുട്ടികൾ ഉച്ചയ്ക്ക് കഴിച്ചോട്ടെ. അവരെ നമുക്കൊക്കെ പെരുന്നാൾ ആണ്ടർജിക്ക് വരുമ്പോഴല്ലേ നമ്മൾ ഉച്ചയ്ക്ക് നല്ലപോലെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടത്, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പാവങ്ങൾക്ക് ആട്ടിറച്ചും ഇനി അതിൻ്റെ കൂടെ പൊറാട്ടയുണ്ട്. ഇനി വേണം നെയ്ച്ചോറും ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഇതുണ്ടാക്കുന്ന സിമ്പിൾ പരിപാടി. കാരണം എൻ്റെ വാപ്പ 1961 ബോംബെ വന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പരാർ റോട്ടുമ്മ കിടന്നിട്ട് ചെറിയ പെട്ടിക്കടൻ്റെ മുകളിൽ ജീവിതം കഴിഞ്ഞ് കൂട്ടി. അപ്പോൾ മൂപ്പരാർ വന്നേ മുതലേക്ക് ഭക്ഷണം ഉണ്ടാക്കില്ല. അങ്ങനെയാണ് ഇന്നെ വളരെ ചെറുപ്പത്തിൽ കൊടുക്കുന്നത്. അവിടുന്ന് ഞാൻ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പണ്ടത്തെ ആൾക്കാരുണ്ടാക്കണ ഭക്ഷണം, കറി ഉണ്ടാക്കണമൊക്കെ കണ്ടിട്ട് ആ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, സിമ്പിളായിട്ട്. അപ്പോൾ ഇതിൻ്റെ 2-3 വീഡിയോ ഉണ്ടാവും. ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടമാനം ഒരു വീഡിയോയിൽ വിടുമ്പോൾ നിങ്ങൾ ആരും കാണൂല. അപ്പോൾ ഇത് 1ാം ഭാഗം, നമ്പർ 1. ബാക്കി തന്നെ വീഡിയോ കാണൂല. 2-3 ആയിട്ട് വരുമ്പോൾ അതിലുണ്ടാവും യൂട്യൂബിൽ ബോംബെ മാനു എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ബായ്. കാരണം നിങ്ങൾക്ക് ലൈക്കും ഷെയറും അക്കപ്പുറമൊന്നും എനിക്ക് വേണ്ട. കാരണം ആയിട്ട് പിന്നാടെ നടന്നൊന്നും ഒന്നും കിട്ടില്ല. പക്ഷേ ഇത് ജനങ്ങളൊന്നും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കട്ടെ നല്ല പോലെ.